സ്വാഗതം. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽ കാലവർഷത്തിന് തുടക്കമായി. ആൻഡമാനിൽ നിന്ന് കേരളത്തിലേക്ക് മഴയെത്താൻ എത്ര ദിവസമെടുക്കും പരിശോധിക്കാം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ്, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മെയ് 13 കാലവർഷം എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയായി മെയ് 22ഓടെയാണ് ഈ മേഖലയിൽ കാലവർഷം എത്താറുള്ളത്. എന്നാൽ ഇത്തവണ 9 ദിവസം നേരത്തെയാണ് മഴയെത്തിയത്. മെയ് 22 ആരംഭിച്ച് സാധാരണ 10 ദിവസമെടുത്താണ് ജൂൺ 1 കേരളത്തിൽ മഴയെത്തിയിരുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ആൻഡമാനിലെത്തുന്ന കാലവർഷം ഏകദേശം 0 മുതൽ 23 ദിവസത്തെ വ്യത്യാസത്തിലാണ് കാലവർഷം കേരളത്തിലെത്തിയിട്ടുള്ളത്. 2011 ആൻഡമാനിൽ 10 ദിവസം വൈകിയാണ് മെയ് 29 എത്തിയെങ്കിലും അതേ ദിവസം തന്നെ കേരളത്തിലും കാലവർഷം തുടങ്ങി. 2009 കാലവർഷം ആൻഡമാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ എടുത്തത് 3 ദിവസമായിരുന്നു. 2018 4 ദിവസവും 2004 5 ദിവസവും സമയം വേണ്ടി വന്നു. അതേസമയം 2003 മെയ് 16 തന്നെ ആൻഡമാനിൽ കാലവർഷം എത്തിയെങ്കിലും കേരളത്തിലെത്താൻ 23 ദിവസം വേണ്ടി വന്നു. 2008 2016 വർഷങ്ങളിൽ 21 ദിവസവും 2019 2015 വർഷങ്ങളിൽ 20 ദിവസവും സമയമെടുത്തു. ഇത്തവണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മെയ് 27 കേരളത്തിൽ മഴയെത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത്തവണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മെയ് 27 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. എപ്പോൾ മഴയെത്തുമെന്ന് കണ്ടറിയണം. ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴ കിട്ടുമെന്നാണ് പ്രവചനം. പസഫിക്കിലെ എൽ നിനോയുടെ അഭാവം മൺസൂണിന് അനുകൂലമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷത്തിന് 87 സെന്റിമീറ്റർ മഴയാണ് രാജ്യത്ത് ലഭിക്കുക. കഴിഞ്ഞ വർഷം 7% അധികം മഴ ലഭിച്ചിരുന്നു. ഇത്തവണയും നല്ല തോതിൽ മഴ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മധ്യേഷ്യയിലെ മഞ്ഞുവീഴ്ചയും മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്.